ഹായ് ഗൈസ്. ചെറിയൊരു സംശയം, എനിക്കുണ്ടായ സംശയമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ആ ഒരു സെയിം തോട്ട് വന്നോന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്യണത്. ബിഗ് ബോസ് സീസൺ 6 ഓഫ് കോഴ്സ് അതിനെപ്പറ്റി തന്നെയാണ്. ഞാനും ഒരു എക്സ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ സീസണിൽ 24/7 ഒന്നും ഇല്ലായിരുന്നു. എപ്പിസോഡിൽ വരുന്നത് മാത്രം, പിന്നെ അന്ന് ഹോട്ട്സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം. അപ്പോൾ ഇന്ന് 24/7 ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും ഞാനാണെങ്കിലും 24/7 ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ 24/7 കാണുന്നുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ഒരു മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട് സിബിൻ ഇസ് ഇൻ ദ ഹൗസ് നൗ. അപ്പോൾ അവൻ്റെ ഒരു ടാസ്ക് അവർ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇൻട്രാക്ഷൻ ടാസ്ക്, അതിൽ ടീം നെസ്റ്റിൻ്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നു. കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നു, സിബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ കുറേ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കുറേ പെട്ടെന്ന് ഇറങ്ങുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടന്റ്, എന്തോ ഒരു സംഭവം ആ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ചു. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമൻസും ഒക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാനിരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ കുറച്ച് മുന്നേ എത്തിയതേ ഉള്ളൂ. ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോൾ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിങ് ഫ്രം ദ എപ്പിസോഡ്. അതായത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവേ ഉള്ളൂ. ലൈക്ക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും. അപ്പോൾ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു. കുറേ എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ്, ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ്, താങ്ക്സ് ടു 24/7 മെയിൻ എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല. എനിക്കത് ഭയങ്കര അതിശയമാണ്. ഐ വാസ് ഷോക്ക്ഡ്. എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ ഇല്ല? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലൈക്ക് ഞാനിപ്പോൾ ഇരുന്ന് ആലോചിക്കുക, എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ? ഇപ്പൊ എൻ്റെ ഒരു ഇൻസ്റ്റയിലുള്ളൊരു എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞു, ചേച്ചി അത് BB+ എന്ന് പറഞ്ഞു. ശരിയാണ്, ഇത് 24/7 വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ. BB+ ഇസ് ഓൾസോ ഇൻ ഹോട്ട്സ്റ്റാർ. ചാനലിൽ BB+ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് BB+ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും? ഇനി എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും? എത്രയോ ആൾക്കാർ TV-യിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര പേരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു മേജർ പോർഷൻ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കുക, ഇങ്ങനെ എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം. അപ്പം നമുക്കറിയാം 24/7 പോലും എഡിറ്റഡ് വേർഷനാണ്. അതും എഡിറ്റഡ് വേർഷനാണ്. അത് ഇന്നലെ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് അൺകണക്റ്റഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു 24/7 ലൈവിൽ.